ഈ പകൽക്കാലം നൽകുമെന്ന് പറഞ്ഞ ആരെങ്കിലും നൽകാതിരിക്കുന്നുണ്ടോ? കരുതാമെന്ന് പറഞ്ഞ ആരെങ്കിലും കരുതാതിരിക്കുന്നുണ്ടോ? സഹായിക്കാമെന്ന് പറഞ്ഞവരാരെങ്കിലും സഹായിക്കാതിരിക്കുന്നുണ്ടോ? ചേർത്ത് പിടിച്ചിട്ടും മാറി നിന്ന് പകയ്ക്കുന്നുണ്ടോ? ഉയർത്തിപ്പിടിച്ചിട്ടും മാറിയിരുന്നു കുറ്റം പറയുന്നുണ്ടോ? ഇന്ന് പകൽ ധൈര്യത്തോടെ ഞാൻ പറയാൻ കേട്ടോ, മനുഷ്യൻ മാറിയേക്കാം, മനുഷ്യന്റെ വാക്കുകൾ മാറിയേക്കാം. ദാവീദ് സങ്കീർത്തനത്തിൽ ഒരിക്കൽ പറയുന്നുണ്ട്, അയ്യോ ഞാൻ സ്നേഹിച്ചവരെന്നെ മരിച്ചവരെ മറന്നതുപോലെ മറന്നു. എങ്ങനെ മറന്നു? എങ്ങനെ മറന്നു? മരിച്ചവരെ എങ്ങനെയാണോ മനുഷ്യർ മറന്നു കളയുന്നത്? വെറും ഓർമ്മകളായി. എവിടെയോ ഉണ്ട്, എവിടെയെങ്കിലും ഒക്കെ കാണും. ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ദാവീദ് പറയുക, മരിച്ചവരെ മറന്നതുപോലെ അവർ എന്നെ മറന്നു. അടുത്ത പദമാണ് എന്നെ ചലിപ്പിച്ചത്, എങ്കിലും യഹോവ എന്നെ വളർത്തി. ഇന്ന് പകൽ ദൈവാത്മാവിനോട് കൈമാറാൻ പറയുക. മനുഷ്യൻ മറന്നവരാണോ? ഈ പകൽ ദൈവം പറയുക, ഞാൻ നിന്നെ മറന്നിട്ടില്ല, ഞാൻ നിന്നെ മറന്നിട്ടില്ല. ഞാൻ ഒരു നാളും നിന്നെ അനാഥനായി വിടത്തില്ല, ഒരു നാളും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. ഞാൻ നിനക്ക് വേണ്ടി കരുതുകയല്ല കുഞ്ഞേ, ഞാൻ നിനക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞു. പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിക്ക, ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്ക. ഈ പകൽ സ്നേഹിത, ഈ പകൽ കൂടപ്പിറപ്പേ, ദൈവം നിനക്ക് വേണ്ടി നൽകി കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്താ നൽകി കഴിഞ്ഞത്? ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത, ഒരു മനുഷ്യന്റെ ചെവിയിൽ തോന്നാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഗ്രഹിക്കാത്ത വണ്ണം എൻ്റെ ദൈവം നമുക്ക് വേണ്ടി നൽകി കഴിഞ്ഞു. ഈ പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അത് പ്രാപിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിനെ പ്രാപിക്കണം. നൽകിയത് നമ്മുടെ ജീവിതത്തിനകത്ത് ഓപ്പറേറ്റ് ചെയ്യണോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമ്മ നമ്മൾ കൗണ്ടറിനകത്ത് കയറുമ്പോൾ ATM-നകത്ത് എല്ലാം നന്മകളുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ അത് ഓപ്പറേറ്റ് ആകണമെങ്കിൽ ഒരു കാർഡുണ്ട്. ആ കാർഡ് എടുത്തിട്ട് പിന്നെ ഡയൽ ചെയ്ത് നമുക്ക് ആവശ്യമായത് എൻട്രി ചെയ്താലേ ബാങ്ക് നൽകിയതെല്ലാം നമ്മുടെ കയ്യിൽ വരും. അതുപോലെ പൗലോസ് പറയുക, പുതുനിയമത്തിൽ നിന്റെ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വേണ്ടിയത്, നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയത്, നിന്റെ നാളേക്ക് വേണ്ടിയത്, നിന്റെ ഇന്നിന്റെ ശൂന്യത മാറാൻ വേണ്ടിയത്, ആരും കരുതാത്ത നിന്നെ വളർത്താൻ വേണ്ടിയത് എല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷേ അത് നിനക്ക് പ്രാപിക്കണോ? നീ ആത്മാവിനെ പ്രാപിക്കണം. ഈ പകൽ ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാ, എന്തു നൽകാമെന്ന് നേടാൻ കഴിഞ്ഞില്ലല്ലോ, ഈ ആത്മാവിനെ പ്രാപിച്ചിട്ട് പോകാവോ? ഒരു പക്ഷെ പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അന്യഭാഷ അടയാളത്തോടെ ദൈവത്തോട് സംസാരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈ പകൽ ദൈവത്തോട് പറയണം, കർത്താവേ എനിക്കങ്ങനെ അങ്ങയുടെ ആത്മാവിനെ ഒന്ന് പ്രാപിക്കണം. അന്യഭാഷ അടയാളത്തോടുകൂടെ